CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം. CCTV ഷോർട്ട് ന്യൂസിലേക്ക് സ്വാഗതം. എയ്യാലിൽ ആളില്ലാത്ത വീട്ടിൽ വൻ കവർച്ച. വീട് കുത്തി തുറന്ന് 35 പവൻ സ്വർണം കവർന്നു. എയ്യാൽ ചുങ്കം സെന്ററിനു സമീപം താമസിക്കുന്ന ഒർവിൽ അംജദിന്റെ വീട്ടിലാണ് മോഷണം നടന്നത്. പോലീസ് അന്വേഷണം ആരംഭിച്ചു. പീഡാനുഭവ വാരാചരണത്തിന് തുടക്കം കുറിച്ച് ലോകമെങ്ങും ക്രൈസ്തവർ ഓശാന ഞായർ ആചരിച്ചു. കാട്ടകമ്പാൽ പഞ്ചായത്തിൽ ശക്തമായ കാറ്റിൽ വ്യാപകമായി നാശനഷ്ടം. തെങ്ങാമുക്ക്, കാട്ടകമ്പാൽ, നടുമുറി, ചിറക്കൽ എന്നിവിടങ്ങളിൽ മരം പൊട്ടി വീണ് വീടുകൾക്ക് കേടുപാടുകൾ പറ്റി. ഞായറാഴ്ച പുലർച്ചെയുണ്ടായ ശക്തമായ കാറ്റിൽ കൊച്ചന്നൂർ, ചമ്മന്നൂർ ഭാഗങ്ങളിൽ വ്യാപക കൃഷിനാശം. ഓടിട്ട ക്വാർട്ടേഴ്സിന് മുകളിലേക്ക് തെങ്ങ് വീണ് ഓടുകൾ തകർന്നു. വടക്കേക്കാട് ശക്തമായ കാറ്റിൽ മരം പൊട്ടി വീണ് കാർഷെഡ് തകർന്നു. കൊച്ചന്നൂർ എടക്കര മുഹമ്മദ് അലിയുടെ കാർഷെഡാണ് തകർന്നത്. കാറ്റിൽ നാശം വിതച്ച് കാട്ടകമ്പൽ ഗ്രാമപഞ്ചായത്തിലെ പഴഞ്ഞി വില്ലേജിൽ ഉൾപ്പെട്ട സ്ഥലം AC മൊയ്തീൻ MLA സന്ദർശിച്ചു. മത്സ്യബന്ധനത്തിനിടെ ഹൃദയാഘാതം മൂലം മത്സ്യത്തൊഴിലാളി മരിച്ചു. മലപ്പുറം കൂട്ടായി സ്വദേശി കുറിയൻപുരയ്ക്കൽ മുഹമ്മദ് അബ്ദുൽ ഖാദർ മകൻ 51 വയസ്സുള്ള ഷാഫിയാണ് മരിച്ചത്. അതിജീവനത്തിനായി രാത്രി സമരം നടത്തി വരവൂർ തളി ഗ്രാമവാസികൾ. തങ്ങളുടെ ജീവിതം ദുരിതമാക്കുന്ന അറവുമാലിന്യ പ്ലാന്റിനെതിരെ രാത്രിയിൽ നടന്ന പ്രക്ഷോഭത്തിൽ ഗ്രാമം ഒന്നായി അണിചേർന്നു. ബജറ്റ് വിഹിതം വെട്ടിക്കുറച്ചതിനെതിരെ UDF പുന്നയൂർകുളം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാപ്പകൽ സമരം നടത്തി. കൊച്ചന്നൂർ ഗവൺമെന്റ് സ്കൂളിന്റെ കളിസ്ഥലം കയ്യേറി റോഡ് വെട്ടാനുള്ള ശ്രമം കോടതി തടഞ്ഞു. സ്വകാര്യ വ്യക്തി നൽകിയ ഹർജിയെ തുടർന്ന് സ്കൂൾ ഗ്രൗണ്ടിന് ചുറ്റുമതിൽ കെട്ടുന്നതിനുള്ള താൽക്കാലിക സ്റ്റേയാണ് കോടതി വിധിയെ തുടർന്ന് നീങ്ങിയത്. വർദ്ധിച്ചുവരുന്ന ലഹരി ഉപയോഗം തടയുന്നതിന്റെ ഭാഗമായി കരിയന്നൂരിൽ ജാഗ്രതാ സമിതി രൂപീകരണവും ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു. മറ്റം സെന്റ് തോമസ് ഫൊറോന ഇടവകയിലെ കത്തോലിക്ക കോൺഗ്രസ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ലഹരിവിരുദ്ധ ബോധവൽക്കരണവും പ്രതിജ്ഞയും നടന്നു. ഗുരുവായൂർ ദേവസ്വം സത്രം സർപ്പക്കാവിൽ പ്രതിഷ്ഠാദിനം ആഘോഷിച്ചു. തങ്കമണിക്ക് വിഷുക്കൈനീട്ടമായി സ്വപ്നഭവനം സമ്മാനിച്ച ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത്. ലൈഫ് പദ്ധതി പ്രകാരം നിർമ്മാണം പൂർത്തീകരിച്ച വാർഡിലെ ആദ്യ വീടിന്റെ താക്കോൽദാനം നടന്നു. ലാസിയോ ആർട്സ് സ്പോർട്സ് ആൻഡ് ചാരിറ്റി ക്ലബ് ആനക്കല്ലിന്റെ നേതൃത്വത്തിൽ അഹല്യ കണ്ണാശുപത്രിയുമായി സഹകരിച്ച് സൗജന്യ നേത്രപരിശോധനാ ക്യാമ്പ് നടത്തി. കുന്നംകുളം അടുപ്പുട്ടിപ്പള്ളിയിൽ ഗീവർഗീസ് സഹദായുടെ ഓർമ്മ പെരുന്നാളിനെ കൊടിയേറി. ഞായറാഴ്ച രാവിലെ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം വികാരി ഫാദർ ഗീവർഗീസ് വർഗീസ് കൊടിയുയർത്തി. വടക്കേക്കാട് ഗ്രാമപഞ്ചായത്തിന്റെയും സാമൂഹികാരോഗ്യ കേന്ദ്രത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ പോസ്റ്റ് കോവിഡ് സ്പെഷ്യാലിറ്റി മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. വെള്ളാറ്റഞ്ഞൂർ സർവീസ് സഹകരണ ബാങ്കും വെള്ളാറ്റഞ്ഞൂർ പാടശേഖര സമിതിയും സംയുക്തമായി വിഷുവിനോടനുബന്ധിച്ച് സാംസ്കാരികോത്സവം സംഘടിപ്പിച്ചു. കരിക്കാട് ഭട്ടിമുറി NSS കരയോഗം ലഹരിവിരുദ്ധ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. തിരുവത്ര കോട്ടപ്പുറം മാരിയമ്മൻ ശ്രീ ഹനുമാൻകുട്ടി ക്ഷേത്രത്തിൽ ഹനുമത് ജയന്തി ഭക്തിസാന്ദ്രമായി ആഘോഷിച്ചു. അകലാട് മർക്കസു സഖാഫി സുന്നിയ മദ്രസയിൽ ഫതഹെ മുബാറക്കും പാരന്റിംഗ് ക്ലാസും ലഹരിവിരുദ്ധ ബോധവൽക്കരണവും നടത്തി. CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ ഷോർട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, ഫേസ്ബുക്ക് പേജ്, യൂട്യൂബ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv online.tv സന്ദർശിക്കുക. നമസ്കാരം.